ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ കാറ്റത്തെ കിളിക്കൂടിൻ്റെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ഹരീഷും നീതുവും കൂടി ഫാമിലി പ്ലാൻ ഇങ്ങനെ ചെയ്യുകയാണ്. ആ സമയത്ത് പറയുകയാണ്, നമുക്കേ ഈ കുട്ടികൾ ഉണ്ടായിക്കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണെന്നേ. കാരണം 10 മാസം ചുമക്കണം, അതിൻ്റെ ഇടയിൽ സ്കാനിങ്, പിന്നെ ഛർദി, അതിനുശേഷം പ്രസവം, അത് കഴിഞ്ഞിട്ടോ പിന്നെ നൂലുകെട്ട്, പേരിൽ ചടങ്ങ്, എൻ്റെ ദൈവമേ എന്തെല്ലാം പ്രശ്നങ്ങളാണ്. അതുകൊണ്ടേ നമുക്ക് ഈ കുട്ടികൾ വേണ്ട, അതുകൊണ്ട് പട്ടി വൈബ് മതിയെന്നേ. അതാവുമ്പോൾ സേഫാണല്ലോ, എവിടെ വേണമെങ്കിലും കൊണ്ടുപോവുകയും ചെയ്യാം, നമുക്കൊരു ശല്യവും ഇല്ല. ഇത് കേട്ട് നമ്മുടെ ഹരീഷ് ആണെങ്കിൽ ചിരിച്ച് മണ്ണടങ്ങി. അപ്പോൾ ഇതെല്ലാം ഈ നീതുവിൻ്റെ ചേട്ടൻ കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പം നീതുവിൻ്റെ ചേട്ടൻ വന്നിട്ട് നേരെ അമ്മയുടെ അടുത്ത് പോയി ഭയങ്കര കയറി സംസാരിക്കുക. തള്ളേ, നിങ്ങൾക്ക് നിങ്ങളുടെ മകളെക്കുറിച്ച് ഒന്നും അറിയണ്ട, എന്താണ് ഇപ്പോൾ കാര്യം ചോദിക്കുകയാണ്. നിങ്ങളുടെ മകളെ ആ റൂമിൽ കിടന്ന് എന്തൊക്കെയാണ് പറയുന്നതെന്ന് അറിയാവോ? എന്താണ് പറയുന്നത്? പറയുന്നതോ, അവൾ ആ മറ്റവനെ വിളിച്ചിട്ട് ഫാമിലി പ്ലാൻ ചെയ്യണം. ഫാമിലി പ്ലാനോ? എന്ത് പ്ലാൻ? അതെ, കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രസവ കാര്യത്തെക്കുറിച്ചൊക്കെ പറയുന്നത്. അയ്യേ, നാണക്കേട്, ഇതെന്തൊക്കെയാണ് അവൾ പറഞ്ഞു വിടുന്നത്? ചെല്ല്, ഇവളെ ഞാനുണ്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ചൂലും കെട്ടെടുക്കുകയാണ് ഈ അമ്മ. അതിനുശേഷം നീതുവിൻ്റെ ഡോറിക്കിട പടപടാന്ന് പറഞ്ഞ് മുട്ടിക്കഴിഞ്ഞപ്പോഴേക്കും കഥ, അയ്യോ ദേ ഹരീഷ്, അമ്മ വന്നിട്ടുണ്ട്, ഞാൻ ഇതിൽ കഥ ഓർക്കെടുത്തും പറഞ്ഞിട്ട് ഫോൺ അവിടെ വെച്ചിട്ട് കഥക് തുറന്നതും ദേ അമ്മ ചൂലും കെട്ട് വെച്ച് പടപടാന്നും പറഞ്ഞ് അടിക്കുകയാണ് നീതുവിനെ. അമ്മ എന്താ അമ്മ ഈ ചെയ്യുന്നത്? എന്തൊക്കെയാണ് ഈ കാണിച്ചു കൂട്ടുന്നത്? നമുക്ക് വേറെ ഒരു പണിയില്ലേ? അമ്മ എന്തിനാ എന്നെ തല്ലുന്നത്? നിനക്ക് അറിയില്ലടി നീ എന്തിനാ തല്ലുന്നതെന്ന്? നീ ആരെയാടി വിളിച്ചത്? നീ ആരോടെ കിന്നരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. ഞാനിവിടെ റൂമിൽ അടച്ചിരിക്കുകയായിരുന്നില്ലേ? എടി കേട്ടവരുണ്ടീ. അപ്പോഴേക്കും നീതു ചേട്ടനെ നോക്കി കഴിഞ്ഞപ്പോഴേക്കും, അതെ, ഞാൻ തന്നെയാ പറഞ്ഞത്, ഞാൻ കേട്ടായിരുന്നു. ഇങ്ങേർക്ക് നാണമില്ലേ? സ്വന്തം പെങ്ങളുടെ റൂമിൻ്റെ അവിടെ വന്ന് ഒളിഞ്ഞു നോക്കി ഞാൻ സംസാരിക്കുന്നത് മുഴുവനും കേട്ടിട്ട് അത് അമ്മയുടെ അടുത്ത് വന്ന് പറയാനായിട്ട് ഇങ്ങേർക്ക് നാണമില്ലേ എന്നാണ് ഞാൻ ചോദിച്ചത്. ഇത് കേട്ടാ, എടി എൻ്റെ മോനെ നീ കുറ്റം പറയണ്ടേ എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും അടിക്കണം. നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ പല പ്രാവശ്യം വിളിക്കരുതെന്നൊക്കെ, എന്നിട്ട് നീ എന്തിനാണ് വിളിക്കുന്നത്? ഞാൻ വിളിക്കും, ഞാൻ ഇനിയും പലതും വിളിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഭയങ്കര പ്രശ്നമാണ്. അപ്പോഴേക്കും അമ്മനെയും ചേട്ടനെയൊക്കെ റൂമിന് പുറത്താക്കിയിട്ട് കഥകം കണ്ട് അടക്കാണ്. നീതുവിനാണെങ്കിൽ ഭയങ്കരമായിട്ട് അങ്ങോട്ട് ദേഷ്യവും വരിക. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ നിധിയെ കാണിക്കണം. നിധിയെ ടെസ്റ്റിന് വേണ്ടി വന്നിരിക്കുക, 8 എടുക്കാനായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ 8 എടുക്കാനായിട്ട് വന്നു കഴിഞ്ഞപ്പോഴേക്കും നിധി പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, കൂളായിട്ടിരിക്കുക, ടെൻഷനൊന്നും വേണ്ട, ഇത് നമുക്ക് പെട്ടെന്ന് എടുക്കാനായിട്ട് പറ്റും. അതിനു മുമ്പേ നമുക്കൊന്ന് പ്രാക്ടീസ് ചെയ്താലോ എന്നും പറഞ്ഞുകൊണ്ട് നിധിയെ കൊണ്ട് സുധീഷ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വണ്ടി ഓടിപ്പിക്കുകയാണ്. എന്നിട്ട് ആ 8ൻ്റെ അവിടെ ഒന്ന് എടുക്കാനായിട്ട് പറയാണ്. പക്ഷേ നിധിക്ക് അത് പറ്റുന്നുമില്ല. നിധിക്കാണെങ്കിൽ കലിയും വരുന്നുണ്ട്. അങ്ങനെ ആ ഒരു ഇതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ടെസ്റ്റിന് വേണ്ടി വിളിച്ചിരിക്കുകയാണ്. അപ്പോൾ ആദ്യം വേറൊരു പെണ്ണാണ് ടെസ്റ്റ് നടത്തിയത്. ആ പെണ്ണാണെങ്കിൽ തെറ്റിച്ച് ഒക്കെ ഓടിക്കുക. ഇത് കണ്ടത് നമ്മുടെ ഈ ട്രാഫിക് പോലീസിന് ഭയങ്കരമായിട്ട് ദേഷ്യം വരികയാണ്. അപ്പോൾ ഇത് കഴിഞ്ഞപ്പോഴേക്കും, അതെ, ഈ കൊച്ചെന്തായി കാണിച്ചു കൂട്ടുന്നത്? അതെ, അറിയാൻ പാടില്ലെങ്കിൽ ഇറങ്ങിപ്പോ, എന്തിനീ പണിക്ക് വരുന്നു? ഇറങ്ങിപ്പോന്ന് പറഞ്ഞാൽ ഭയങ്കര ഇൻസൾട്ട് ചെയ്ത് അങ്ങോട്ട് പറഞ്ഞു വിടുന്നു കഴിഞ്ഞപ്പോഴേക്കും ഇതും കൂടി നിധി കാണുകയാണല്ലോ. നിധിക്ക് ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും പേടിച്ച് പറിച്ചിട്ട് ഒരു രക്ഷയില്ല. അപ്പോൾ അടുത്ത വേറൊരു ചെറുക്കൻ്റെ ടെസ്റ്റാണ് വരുന്നത്. ആ ചെറുക്കൻ നല്ലപോലെ തന്നെ ടെസ്റ്റ് എടുക്കുകയാണ്, പാസ്സെന്നും പറഞ്ഞുകൊണ്ട് എടുത്ത് കൊടുക്കുകയും ചെയ്യുകയാണ്. അത് കഴിഞ്ഞപ്പോഴേക്കും നിധീനെ വിളിക്കുകയാണ്. അപ്പോൾ നിധിയാണെങ്കിൽ, എനിക്ക് പേടിയൊന്നും സുധീഷ്, അയ്യോ പേടിക്കണ്ട, പോയി ടെസ്റ്റ് എടുത്ത്, ഇതൊക്കെ നിസ്സാരമല്ലേ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ നിധി രണ്ടും കൽപ്പിച്ച് സ്കൂട്ടർ എടുത്തിട്ട് നേരെ ടെസ്റ്റ് എടുക്കാൻ വേണ്ടി 8 എടുക്കാൻ വേണ്ടി നിന്ന് ഓടിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആ കമ്പി കയറി തട്ടി കമ്പി താഴത്തേക്ക് വീഴുകയാണ്. ഇത് കണ്ട സുധീഷാണെങ്കിൽ തലക്ക് കയ്യും വെച്ച് ഇങ്ങനെ നിൽക്കണം. ദൈവം എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത്. അപ്പോഴേക്കും പോലീസിന് ദേഷ്യം വന്നിട്ട്, ഈ കൊച്ചെന്താ കാണിക്കുന്നത്? അറിയില്ല ഇതൊന്നും ചെയ്യാനായിട്ട്, പഠിച്ചിട്ട് കയറണ്ടേ, പിന്നെ എന്തായി കാണിച്ചു കൂട്ടുന്നത്? ഇറങ്ങിപ്പോവാൻ നോക്ക് എന്നും പറഞ്ഞുകൊണ്ട് നിധിയെ വഴക്ക് പറഞ്ഞ് ഇറക്കി വിടുകയാണ്. അപ്പോൾ സുധീഷാണെങ്കിൽ, അയ്യോ നിധി, എന്തു പറ്റി നിധി, നന്നായിട്ട് എടുക്കാറുന്നില്ലേ? ദൈവമേ, ഒരു കാര്യം ചെയ്യുന്ന അടുത്ത പ്രാവശ്യം എടുക്കുമ്പോൾ നന്നായിട്ട് എടുക്കുക, ഞാൻ ഒന്നും കൂടി ഒന്ന് സാറോടൊന്ന് സംസാരിച്ച് നോക്കാം, ഒരു പ്രാവശ്യം കൂടി ഒന്ന് ചാൻസ് കൊടുക്കുമെന്ന് ചോദിച്ചുകൊണ്ട് ഞാൻ സംസാരിച്ച് നോക്കാം എന്ന് പറയുകയാണ്. അങ്ങനെ സുധീഷ് ആ പോലീസിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. സാറേ ഒരു ചാൻസും കൂടി തരണം സാറേ. എടോ ഇതേ ടെസ്റ്റ് സ്ഥലമാണ്, അതിനിടയ്ക്ക് ഇങ്ങനെ നിന്നിട്ട് കാര്യമില്ല, നന്നായിട്ട് എടുത്തില്ലെങ്കിൽ ലൈസൻസ് കിട്ടൂല, ഇതൊന്നും തനിക്ക് അറിയാൻ പാടാത്ത കാര്യമാണ് സാറേ. അതേ, പേടിയായതുകൊണ്ടാണ് സാറേ. പേടിയായതോ? അതുകൊള്ളാലോ. റോട്ടിലേക്ക് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഷ്ടംപോലെ വണ്ടികളുണ്ടാവും,
ആ വണ്ടിയൊക്കെ കണ്ട് പേടിക്കാതിരിക്കണം. ധൈര്യം ഉണ്ടെങ്കിൽ മാത്രമേ ഈ കാര്യങ്ങൾക്കൊക്കെ പുറപ്പെട്ടിറങ്ങാൻ പറ്റുള്ളൂ. ധൈര്യം ഇല്ലെങ്കിലേ വണ്ടി ഓടിക്കണ ഒന്നും ഓടിക്കാതെ ആ വീട്ടിൽ കുത്തിയിരിക്കണം, മനസ്സിലായോ എന്ന് പറഞ്ഞപ്പോഴേക്കും സാറേ ഈ പ്രാവശ്യത്തേക്ക് ഒന്ന് ക്ഷമിക്ക്, ഒരു പ്രാവശ്യം കൂടി ഒന്ന് കൊടുത്താൽ അല്ല. ആരാത്? തൻ്റെ ആരാ? എൻ്റെ വൈഫാണ് സാർ. ഒരു പ്രാവശ്യം കൂടി കൊടുത്താൽ മതി, നന്നായിട്ട് ഓടിച്ചോളും നിധി എന്ന് പറയണം. ശരി, എങ്കിൽ പിന്നെ പ്രിപ്പയർ ആകാൻ പറ എന്ന് പറഞ്ഞ നിധി ഈ സുധീഷാണെങ്കിൽ ഓടി ചെല്ലുകയാണ്. നിധി ദേ ഞാൻ പറയണമെന്ന് കേൾക്ക്, ദേ അവർ ഒരു പ്രാവശ്യം കൂടി ചാൻസ് തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്, നന്നായിട്ട് ഇത് ചെയ്താൽ മതി. ഇത് കേട്ട നിധിയാണെങ്കിൽ ഇല്ല ഞാൻ ചെയ്യില്ല, എനിക്ക് പേടിയാ, എനിക്കിതിനെ കൊണ്ട് പറ്റില്ല. നിധിയെ കൊണ്ട് പറ്റും. ആദ്യത്തെ പ്രാവശ്യം ഒന്ന് പോയെന്ന് വിചാരിച്ച് കുഴപ്പമൊന്നുമില്ല. ഇപ്പം ഞാൻ ആ സാറിൻ്റെ കാലിൽ പിടിച്ചിട്ടാണെങ്കിലും സമ്മതിപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നിധി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയില്ല, എനിക്ക് പറ്റില്ല, ഞാനിവിടെ നിന്ന് പോവാ നിധി എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പറഞ്ഞില്ലേ എനിക്ക് പറ്റൂല എന്ന്, തനിക്ക് പിന്നെ എന്താണോ പറ്റണത്? അങ്ങനെ സുധീഷ് ഭയങ്കരമായിട്ട് ചൂടായി കയറുകയാണ്. അപ്പോൾ നിധി കണ്ണും മിഴിച്ച് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. തനിക്ക് പിന്നെ എന്താണോ പറ്റുന്നത്? തനിക്ക് വാച കൊടുക്കാൻ പറ്റുമോ? താൻ എല്ലാവരുടെയും മെക്കിട്ട് കയറുമല്ലോ, കുറേ തത്വങ്ങളൊക്കെ പറഞ്ഞു കൂട്ടുമല്ലോ. എന്നിട്ട് താൻ എന്തൊക്കെ തനിക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്നല്ലോ. മഴയത്ത് കാറിൽ പോകണം, അപ്പോൾ ഒരു ഗ്ലാസ്സിൽ ചായയും കുടിക്കണം, ചൂടുള്ള ചായയും വെച്ച് ഒരു കൈ വെച്ച് ഡ്രൈവിങ് ചെയ്യണം എന്നും പറഞ്ഞുകൊണ്ട് വലിയ വീരവാദങ്ങളായിരുന്നല്ലോ. സ്വന്തം കാലിൽ നിൽക്കണം, ഓഫീസിൽ ചെല്ലണം, എനിക്ക് ആരുടെ ഇത് വേണ്ട, എനിക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നടക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് താൻ എന്താണ് ഇപ്പോൾ കാണിച്ചു കൊടുക്കും? തനിക്കേ അതിനെക്കൊണ്ട് മാത്രമേ പറ്റുള്ളൂ, അല്ലാണ്ട് തനിക്ക് ഒരു കഴിവില്ല, തനിക്ക് ഒരു കഴിവും തെളിയിക്കാനായിട്ടും പറ്റില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഇൻസൾട്ട് ചെയ്യാണ്. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ നിധിക്ക് അത് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റുന്ന സ്റ്റോപ്പ് ഇറ്റ്, അങ്ങനെ എന്നെ ചെറുതാക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇത് ചെയ്യാനായിട്ട് എനിക്കറിയാം, ഞാനേ ഈ ടെസ്റ്റിന് പാസ്സായിരിക്കും, ദേ കണ്ടോ എന്നും പറഞ്ഞുകൊണ്ട് നിധി പോവുക. അപ്പം സുധീഷിന് സന്തോഷമായി, ഇത് ഓക്കെയാണ്. അങ്ങനെ സാറോട് പറയാണ്, സാറേ ഇത് ടെസ്റ്റ് എടുക്കും സാറേ, അത് ഉറപ്പുള്ള കാര്യം തന്നെയാണ്. അങ്ങനെ നമ്മുടെ നിധിയാണെങ്കിൽ അടിപൊളിയായിട്ട് 8 എടുക്കുകയാണ്. 8 എടുത്തു കഴിഞ്ഞ് പോലീസുകാർക്ക് സന്തോഷമായി. പോലീസുകാർ പറയുകയാണ്, ഇത് അങ്ങോട്ട് നേരത്തെ ചെയ്താൽ പോരായിരുന്നില്ലേ, എന്തിനാ ഇത്ര ബുദ്ധിമുട്ടിയത്, പാസ് എന്നും പറഞ്ഞുകൊണ്ട് പാസ്സായ സർട്ടിഫിക്കറ്റും കൊടുക്കുകയാണ്. അപ്പോൾ സുധീഷിന് ഭയങ്കര സന്തോഷമായി. അപ്പം എൻ്റെ പ്ലാൻ വിജയിച്ചു അല്ലേ? പ്ലാനോ? എന്ത് പ്ലാൻ? മോട്ടിവേഷനോ? അതേടോ, തന്നെ ഒന്ന് ഇൻസൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ താനേ ഏത് കാര്യത്തിന് മുൻകൈ എടുത്തിറങ്ങുമെന്ന് എനിക്കറിയാം, അതുകൊണ്ട് തന്നെ ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടിയല്ലേ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത്. ഇപ്പം എന്തായി, പാസ്സായില്ലേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സുധീഷ് പറയണം. അപ്പം നിധിക്ക് ചെറിയൊരു ചിരിയൊക്കെ വരുന്നുണ്ട്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നീതു ഉറക്കമെല്ലാം കഴിഞ്ഞ് ഇങ്ങോട്ട് വരിക. അപ്പം അമ്മ അച്ഛനോട് സംസാരിക്കണം, അച്ഛനായിരുന്നു ഭക്ഷണവും കഴിക്കണം, അവൾ ഇത്ര നേരമായിട്ടുണ്ടല്ല, രാത്രി മുഴുവൻ ഇരുന്ന് ഇവനോട് സംസാരമല്ലേ, പിന്നെ എങ്ങനെ രാവിലെ എണീക്കും? അപ്പോൾ പുറത്തിറങ്ങി വന്ന് നീതു ആണെങ്കിൽ അമ്മേ ചായയോ എന്നും പറഞ്ഞുകൊണ്ട് ചൂലും കെട്ട് വെച്ച് ഒറ്റയേറി എറിയാണ്. അപ്പോൾ നീതു മനസ്സിൽ ചിന്തിക്കുകയാണ്, ദൈവം ഇന്നലത്തെ രാത്രിത്തെ ദേഷ്യം ഇതുവരെ മാറിയിട്ടില്ലല്ലോ, അതേപോലെ തന്നെയാണല്ലോ എന്നൊക്കെ ചിന്തിച്ച് അമ്മേ ഞാനൊരു ചായയല്ലേ ചോദിച്ചത്, ചായ തരാൻ പറ്റുമെങ്കിൽ തരണം, അല്ലെങ്കിൽ തരണ്ട, അതിന് ഈ ചൂലും കെട്ടൊക്കെ വെച്ചറിയേണ്ട വല്ല കാര്യമുണ്ടോ അമ്മേ എന്നിങ്ങനെ ചോദിക്കണം. കണ്ടോ അവൾ കിടന്ന് വേഷം കെട്ട് വർത്താനം പറയുന്ന കണ്ടില്ലേ? അത് ശരി. അപ്പോഴേക്കും അച്ഛൻ പറയണം, നീ ഒന്നും മിണ്ടാതിരിക്കും, ഞാൻ ചോദിക്കട്ടെ മോളെ, നീ എന്തിനാ ഇന്നലെ അവനോട് സംസാരിച്ചത്? എനിക്ക് സംസാരിക്കണമെന്ന് തോന്നി, ഞാൻ സംസാരിച്ചു. കണ്ടോ അവൾ തർക്കുത്തരം പറയുന്നത് കണ്ടോ? നീ എന്തിനാടി അവനോട് സംസാരിക്കുന്നത്? അവനെ പോലൊരു തെമ്മാടിയുടെ പിന്നാലെ നടക്കുക, അല്ലെങ്കിൽ അവൻ നിന്റെ പിന്നാലെ നടന്ന് നിന്റെ മനസ്സെല്ലാം മാറ്റി വെച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞപ്പോഴേക്കും ആരും എൻ്റെ മനസ്സൊന്നും മാറ്റിയിട്ടില്ല. എന്തിനാണ് അവനെക്കുറിച്ച് അങ്ങനെയെല്ലാം പറയുന്നത്? ആരെ കല്യാണം കഴിക്കണം വേണ്ടെന്നൊക്കെ ഞാനാ തീരുമാനിക്കുന്നത്, അത് നിങ്ങൾ കയറി ഇടപെടേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോഴേക്കും അച്ഛൻ പറയണം, മോളെ ഞങ്ങൾക്ക് അവനെ ഇഷ്ടമല്ലെന്ന് അറിയാലോ, പിന്നെ എന്തിനാണ് നീ അവൻ്റെ പിന്നാലെ തന്നെ നടക്കുന്നത്? അത് ശരി, നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ വേണ്ടെന്നേ, ഞാൻ അവനാൽ ഒരുമിച്ച് ജീവിക്കാൻ പോകുന്നത്, ഞങ്ങളുടെ കാര്യത്തിൽ കയറി നിങ്ങൾ ഇടപെടേണ്ട കാര്യമൊന്നുമില്ലെന്നേ. കണ്ടോ അവളുടെ പറച്ചിൽ കേട്ടില്ലേ, ഇവളെ ഞാനുണ്ടല്ലോ എന്ന് പറയണ്ട. അമ്മിനി എന്തൊക്കെ പറഞ്ഞാലും ശരി, നിങ്ങൾ എന്ത് പറഞ്ഞാലും ശരി, ഞാൻ അവനെ തന്നെ കല്യാണം കഴിക്കുള്ളൂ. ഇവള് ഞങ്ങളെ നാണം കെടുത്തു, ഞങ്ങൾ നാണം കെട്ട് ആത്മഹത്യ ചെയ്യേണ്ടി വരും കൂട്ടത്തോടെ. പക്ഷേ ഇതാണ് എനിക്ക് മനസ്സിലാവാത്തത്, എനിക്കൊരാളെ ഇഷ്ടപ്പെട്ട് ഞാൻ കല്യാണം കഴിച്ചതിന് നിങ്ങളെന്തിനാണ് ആത്മഹത്യ ചെയ്യുന്നത്? അതാണ് എനിക്ക് മനസ്സിലാവുന്നത്. മറ്റുള്ളവരെ മുന്നിൽ നോക്കാൻ പറ്റാത്തത് കൊണ്ട് എങ്ങനെയാണെങ്കിലും ഒരു കാര്യം ചെയ്യും, നിങ്ങൾ പറ, എനിക്കിങ്ങനൊരു മകളില്ല എന്നും എനിക്കൊരു ഒറ്റ മോനേ ഉള്ളൂ, അതിൽ അഖിലാണെന്നും പറ, അവൻ്റെ സ്വഭാവം ഭയങ്കര ഡീസൻ്റ് ആണല്ലോ, അതെനിക്കറിയാവുന്ന കാര്യമാണല്ലോ എന്ന് പറയുകയാണ്. അപ്പോഴേക്കും ഹരീഷിൻ്റെ കോള് നീതുവിൻ്റെ ഫോണിലേക്ക് വരിക. അപ്പോൾ വന്നു കഴിഞ്ഞപ്പോഴേക്കും എന്ന് പറഞ്ഞുകൊണ്ട് നീതു സന്തോഷത്തോടെ
ഫോൺ എടുക്കാൻ പോയി കഴിഞ്ഞപ്പോഴേക്കും അമ്മ ആ ഫോൺ തട്ടിപ്പറിച്ച് മേടിക്കണം. അമ്മേ ഫോൺ അമ്മേ, അനാവശ്യം കളിക്കാൻ നിൽക്കരുതേ, എൻ്റെ ഫോൺ തന്ന്. ഇല്ലടി തരില്ലടി, ഇത് കണ്ടോ അവനാ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. മോളെ എന്താ മോളെ ഇത്? അമ്മ ആ ഫോൺ ഇങ്ങോട്ട് തരാവനാ പറഞ്ഞത്. ഇല്ല ഫോൺ തരില്ലടി, ഇതല്ലേ നിന്റെ പ്രശ്നം എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ ഫോൺ നിലത്തിട്ട് അടിച്ച് പൊട്ടിക്കുകയാണ്. കണ്ടോ എൻ്റെ ഫോൺ അടിച്ച് പൊട്ടിച്ചില്ല നിങ്ങൾക്ക് വേറൊരു പണിയില്ലേ? ഞാനെന്താ അവനെ വിളിക്കില്ലെന്ന് വിചാരിച്ചിട്ടാണോ നിങ്ങൾ ഫോൺ അടിച്ച് പൊട്ടിച്ചത്? എങ്കിൽ കേട്ടോ, ഞാൻ വല്ലപ്പോഴും അവനെ കാണാൻ പോവുള്ളായിരുന്നു, പക്ഷേ ഇനി എന്നും അവനെ കാണും, നേരിട്ട് കണ്ട് ഞാൻ അവനെ സംസാരിക്കുകയും ചെയ്യും. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ നിങ്ങൾ ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് നീതു റൂമിൽ കയറി കഥ കിടക്കാം. കണ്ടോ നിങ്ങളിപ്പോൾ കണ്ടോ? ഓ മനസ്സമാധാനത്തോടെ ഒന്ന് ഭക്ഷണം കഴിക്കാൻ പോലും സമ്മതിക്കൂലല്ലോ ഇവിടെ. അപ്പോൾ അച്ഛൻ്റെ പ്ലേറ്റിൽ നോക്കി കഴിഞ്ഞപ്പോഴേക്കും വടിച്ച് വെച്ചിരിക്കുകയാണ്. ഓ സന്തോഷം, സമാധാനം, ശരി ആയിക്കോട്ടെ, എന്താ വേണ്ടതെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ പോയി കഴിഞ്ഞപ്പോഴേക്കും അച്ഛൻ വീണ്ടും ആ പ്ലേറ്റ് നക്കി വടിക്കുകയാണ്. നീതുവിനാണെങ്കിൽ ആകെ സങ്കടം. ദൈവമേ ഫോണെല്ലാം അടിച്ച് പൊട്ടിച്ചല്ലോ, ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നിധി ഓഫീസിലേക്ക് പോകാൻ വേണ്ടി ബസ് സ്റ്റോപ്പിലേക്ക് വരിക. ആ സമയത്ത് അവിടെ അഖിലിൻ്റെ കൂട്ടുകാരൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. അഖില് നിധിയെ കാണുകയാണ്. ദേടാ അതാരാ വരുന്നതെന്ന് നോക്കിയടാ എന്ന് പറയാണ്. ആഹാ കൊള്ളാലോ, ഒരു പണി ഒപ്പിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അഞ്ജലി എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ്. അപ്പം നിധി ഒന്നും നോക്കിയില്ല, അഞ്ജലി നമ്മുടെ പേരല്ലല്ലോ. വീണ്ടും അഞ്ജലി എന്ന് പറഞ്ഞിട്ട് വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും അഞ്ജലി പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയാണ്. നോക്കണ്ട, നിന്നെ തന്നെയാ വിളിച്ചത് എന്നിങ്ങനെ പറയുകയാണ് അഖില്. അങ്ങനെ നിധിക്ക് കലിയും വരികയാണ്. അപ്പം അഖിലാണെന്നുണ്ടെങ്കിൽപ്പോഴേക്കും മോന്തയെ മാറ്റി പിടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അഖിലും കൂട്ടാളിയും കൂടി ചെന്നിട്ട് അഞ്ജലി എന്ന് വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കുമേ ഇവളുടെ പേര് അഞ്ജലി എന്നാണോ? ഞാനങ്ങനെ വിളിക്കുള്ളൂ അഞ്ജലി എന്ന്. ഞാൻ ഇവൾക്ക് ഇട്ട പേരാണ് അഞ്ജലി. അതെന്താടാ ഇവൾക്ക് അഞ്ജലി എന്ന് പേരിടാനുള്ള കാരണം? കാരണം ഇവൾ താമസിക്കുന്ന വീട്ടിൽ 5 ആണുങ്ങളല്ലേ. അപ്പോൾ 5 ആണുങ്ങളുടെ ഇടയിൽ താമസിക്കുന്ന ഇവളെ ഞാനിനി അഞ്ജലി എന്നേ വിളിക്കുള്ളൂ. ഇത് കേട്ട നിധി രൂക്ഷമായിട്ടൊന്ന് നോക്കുകയാണ്. പക്ഷേ നിധിയെ ഒരുപാട് കളിയാക്കിയാണ് ഇവരെല്ലാവരും കൂടി ചേർന്ന്. നിധിക്ക് ദേഷ്യം വന്നിട്ട് അവിടെ നിന്ന് പോവാണ്. നേരെ വീട്ടിലേക്ക് കയറി ചെല്ലുകയാണ്. അപ്പോൾ നികേഷ് ഏട്ടത്തി എന്താ വന്നല്ലോ, ഇതെന്താ ഏട്ടത്തി ഓഫീസിൽ പോയില്ലേ? പക്ഷേ നിധിയാണെങ്കിൽ ആ സെറ്റിൽ പോയിരുന്ന് ഭയങ്കര കരച്ചിലാണ്, ഭയങ്കര കരച്ചിൽ. അയ്യോ ദേ സുഭാഷേട്ടാ സുധീഷേട്ടാ ഇതുണ്ടോ ഏട്ടത്തി കരയുന്നു. അപ്പോൾ സുധീഷും സുഭാഷൊക്കെ വന്നിട്ട് എന്താ നിധി കരയുന്നത്? എന്താ മോളെ കരയുന്നത്? പറ, എന്താന്ന് വെച്ചാൽ പറ, എന്തെന്ന് ഓഫീസിൽ പോയില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. അത് പിന്നെ ഞാൻ ഓഫീസിൽ പോകാൻ വേണ്ടി ബസ് സ്റ്റോപ്പിലേക്ക് പോയതാ. എന്നിട്ട് അവിടെ വെച്ച് എന്താ സംഭവിച്ചത്? അങ്ങനെ ഉണ്ടായ കാര്യങ്ങൾ മുഴുവനും നിധി അവിടെ പറയുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സുധീഷിനും സുഭാഷിനൊക്കെ നികേഷിനൊക്കെ ഭയങ്കരമായിട്ട് അരിശം വരികയാണ്. എല്ലാത്തിനും കാരണക്കാരൻ ആ നീതുവിൻ്റെ ആങ്ങളെയാണ് ആദ്യം പ്രശ്നം ഉണ്ടാക്കിയത്. 5 ആണുങ്ങളുടെ ഇടയിൽ താമസിക്കുന്ന എനിക്കിനി അഞ്ജലി എന്നാണ് പേര്, എന്നെ അഞ്ജലിനെ വിളിക്കുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് ഓരോ കാര്യങ്ങൾ സംസാരിക്കായിരുന്നു. ഇത് കേട്ട സുഭാഷാണെങ്കിൽ ഇനി വെച്ച് പറപ്പിച്ചിട്ട് കാര്യമില്ല, നിധി വാ നിധി എന്നും പറഞ്ഞുകൊണ്ട് കൈ പിടിച്ച് വലിച്ചഴിച്ചുകൊണ്ട് പോവുകയാണ്. അപ്പോഴേക്കും ഹരീഷിനെ വിളിക്കണം. എടാ ഹരീഷേ ആ കവലയിലേക്കൊന്ന് വാ, ഒരു സീനുണ്ട്, ഒരാളിട്ട് പെരുമാറാനുണ്ട് എന്ന് പറയാം. അങ്ങനെ നമ്മുടെ നികേഷിനോട് വരണ്ടെന്ന് വേണം. എന്താ ഞാൻ വന്നാൽ? ഞാൻ കൊച്ചുകുട്ടിയൊന്നുമല്ല. ഞങ്ങൾ രണ്ടുപേരും കൂടി നടന്നു പോകുമ്പോഴും ഇതേപോലൊരു സംഭവം ഉണ്ടായിരുന്നു. ഏട്ടത്തി പറഞ്ഞുകൊണ്ടാ ഞാൻ നിങ്ങളോടൊന്നും പറയാതിരുന്നത്. അതെന്താണ് പറയാതിരുന്നത്? ഇതൊക്കെ അപ്പോഴേ പറയണ്ടായിരുന്നോ? അപ്പോൾ ഇങ്ങനെ ഇവൻ പിന്നാലെ നടന്ന് ഇങ്ങനൊരു കാര്യം ചെയ്യില്ലായിരുന്നല്ലോ. ഇതൊക്കെ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചുകൊണ്ട് ഇനി വെച്ച് താമസിച്ചിട്ട് കാര്യമില്ല എന്നും പറഞ്ഞ് നീതിയെയും പിടിച്ചുകൊണ്ട് പോവുകയാണ് സുധീഷ്. അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. ബൈ.